പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂലൈ 30 നടന്ന ഖാദി ബോർഡ് LDC മെയിൻസ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ കേരള PSC ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ മെയിൻസ് ഫൈനൽ ആൻസർ കീയിൽ ഇന്നും ഒരുപാട് ഡിലീഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു പരീക്ഷയിൽ 8 ചോദ്യങ്ങളാണ് PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ചോദ്യത്തിൽ ഉത്തരത്തിൽ മാറ്റം വരികയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നോക്കാം. GK ഭാഗത്ത് നിന്ന് 6 ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മാത്സിൽ നിന്ന് ഒരു ചോദ്യവും മലയാളത്തിൽ നിന്ന് ഒരു ചോദ്യവുമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ഡിലീറ്റ് ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഇതിന് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം PSC കൊടുത്ത ഉത്തരം ഓപ്ഷൻ B ആയിരുന്നു. മൊങ്കേഷ്പൂർ, ഡൽഹി എന്നുള്ളതായിരുന്നു. ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തതായി ഡിലീറ്റ് ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് 14ാമത്തെ ചോദ്യമാണ്. 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക എന്നതായിരുന്നു ചോദ്യം. ഇത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ D, അതായത് പ്രസ്താവനകൾ 1, 2, 3 ശരി എന്നതായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരമായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചോദ്യവും PSC ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അടുത്തത് 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതായിരുന്നു. ഇവിടെ അന്ന് ഉത്തരമായി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ C ആയിരുന്നു. 3 എന്നുള്ളതായിരുന്നു. ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്തു. അടുത്തത് 21. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതായിരുന്നു. ഇവിടെ ഉത്തരം ഓപ്ഷൻ B ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് 2. ഇതും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ചോദ്യം തന്നെയായിരുന്നു. അടുത്തതായി ഡിലീറ്റ് ചെയ്തത് 38ാമത്തെ ചോദ്യമാണ്. ഈ ചോദ്യം ഇങ്ങനെയാണ്: ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ഇവിടെ പ്രൊവിഷണൽ ഓപ്ഷൻ C ലൈസോസോം ആയിരുന്നു. ഈ ഒരു ചോദ്യവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആര്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പ്രൊവിഷണൽ മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു. ഇത് പുതിയ മന്ത്രിസഭയിൽ മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ആയത്. ഇനി മാത്സിലാണ്. മാത്സിലെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചോദ്യം 1ാമത്തെ ചോദ്യം തന്നെയാണ്. 71. ഒറ്റയാനെ കണ്ടെത്താനുള്ളൊരു ചോദ്യമായിരുന്നു. ഇത് 2-3 മെത്തേഡിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ 91, ഓപ്ഷൻ C 91 ആയിരുന്നു ഉത്തരമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യേണ്ട ചോദ്യമായിരുന്നു എന്ന് തന്നെ തോന്നി. അടുത്തത് 95ാമത്തെ ചോദ്യം മലയാളത്തിലെ. ജലത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഈ ഒരു ചോദ്യത്തിന് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നളിനം എന്നതായിരുന്നു. എന്നാൽ നളിനം എന്ന വാക്കിനും ജലം എന്ന അർത്ഥം ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അതായത് ഈ ഒരു ചോദ്യത്തിലെ 4 ഓപ്ഷനുകൾക്കും ജലം എന്നൊരു പര്യായ പദം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഡിലീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി 92 മാർക്കിലായിരിക്കും ഈ ഒരു പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് ഉണ്ടായിരിക്കുക. കൃത്യമായ ഉത്തരത്തോടെ 100 ചോദ്യം PSCക്ക് ഇനിയും ഇടാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ്, വളരെ മോശം തന്നെയാണ്. ഈ ഒരു ഡിലീറ്റായ ചോദ്യങ്ങളിൽ പലതും എന്തിനാണ് ഡിലീറ്റ് ആയത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും PSC പതിവ് പോലെ തന്നെ ഈ ഒരു പേപ്പറിലും 8 ഡിലീഷനുകൾ വരുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഓക്കെ, ഈ ഒരു ഡിലീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.